ഹായ്, നമസ്കാരം. ഡ്രീം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തെക്കൻ ചിറ്റൂർ എന്ന സ്ഥലത്താണ്. അവിടെ ഒരു എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിൻ്റെ സാരഥിയായ രാജേഷിനെയാണെന്ന് മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഹായ്, നമസ്കാരം. എന്തുണ്ട് വിശേഷമൊക്കെ? പേര്? രാജേഷ്. രാജേഷ്, നമ്മൾ ഇവിടുത്തെ ഈ ലൊക്കേഷൻ കറക്റ്റായിട്ടൊന്ന് നമുക്ക് പ്രേക്ഷകർക്ക് വേണമെന്ന് പറയാം. അത് ചുറ്റമ്പലത്തിൻ്റെ അവിടെ നിന്ന് കിഴക്കോട്ട് വരിക. ചുറ്റമ്പലത്തിനാണ് കിഴക്കോട്ട് വന്നിട്ട് റൈറ്റിലേക്കൊരു വഴിയുണ്ട്, ടാറിട്ട് റോഡ് തന്നെ. ചേരാനിൽ പോകുന്ന വഴിക്ക് ഫസ്റ്റ് റൈറ്റിലേക്ക് തിരുമ്പോൾ തന്നെ 4ാമത്തെ വീട്. ഓക്കെ ഓക്കെ. നമ്മൾ ഒരു എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പാണ് നമ്മളിപ്പോൾ ബിസിനസ് ചെയ്യുന്നത് അല്ലേ? അതെ അതെ. നമ്മൾ ഇത് എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഞാനിപ്പോൾ തുടങ്ങിയിട്ട് വീട്ടിൽ തുടങ്ങിയിട്ട് 15 വർഷമായി. 15 വർഷമായി. ബാക്കി വേറെ സ്ഥലത്ത് വാടകയ്ക്കായിരുന്നു. ഓക്കെ. ഫസ്റ്റ് എന്തായിരുന്നു ജോലിയായിരുന്നോ? ഫസ്റ്റ് ഇത് തന്നെ വെൽഡിങ് ഫീൽഡ് തന്നെയായിരുന്നു. എവിടെ വർക്ക് ചെയ്തിരുന്നു വെച്ചാൽ? വർക്ക് ചെയ്യാൻ വേറൊരു ഞാൻ പണി പഠിച്ചത് വടതല ഒരു പച്ചിച്ചറ വർക്ക്ഷോപ്പിലായിരുന്നു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഐലൻഡിൽ പോയി. ഐലൻഡിൽ കണ്ടെയ്നറിൻ്റെ മാനുവർ വർക്കായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ ബോംബെക്ക് പോയത്. അവിടെ ഒരു 7-8 വർഷം ബോംബെ വന്നിട്ട് പിന്നെ ഇവിടെ നാട്ടിലൊരു പ്രൈവറ്റ് വർക്ക്ഷോപ്പിൽ കയറി. ഓക്കെ. അവിടെ ഒരു 7-8 വർഷം അവിടെ നിന്നിട്ട് പിന്നെ സ്വന്തമായിട്ട് തുടങ്ങിയതാണ്. ഇപ്പം ഇത് ഈ വർക്ക്ഷോപ്പ് എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് തുടങ്ങിയിട്ട് എത്ര വർഷമായി? എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 12 വർഷത്തോളമായിരുന്നു. 12 വർഷത്തോളം. 12 വർഷമായിട്ട്. പിന്നെ നമ്മളിവിടെ ചെയ്യുന്ന വർക്കുകളൊക്കെ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്ന വർക്ക്? മെയിനായിട്ട് ഗേറ്റ്, ഗ്രില്ല്, SS ഹാൻഡ്രയിൽ, റൂഫ് വർക്ക്, കാനോപ്പി വർക്ക്, ഇരുമ്പ് സംബന്ധമായ എല്ലാ വർക്കുകളും ഞാൻ ചെയ്യുന്നുണ്ട്. അത് മെയിനായിട്ട് കൂടുതലായിട്ട് നമുക്ക് എൻക്വയറീസ് വരുന്നത് ഏത് ടൈപ്പ് ഓഫ് വർക്കാണ്? അതായത് വീടിൻ്റെ സ്ട്രക്ചർ അനുസരിച്ചാണ് നമ്മൾ ഓരോ വർക്ക് ചെയ്യണത്, പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. നീ ചിലപ്പോൾ വീതി ഉണ്ടാവും, വീതി കുറവുണ്ടാവും, മൂല ഉണ്ടാവും, അതൊക്കെ എല്ലാം തിരിച്ചിട്ടാണ് കോടി വർക്ക് ചെയ്യണത്. പിന്നെ ചക്കമുറി എന്നുണ്ട്, വേറെ പോലെയാണ് ചക്കമുറിയാണ്. മറ്റേ 4 കോടിയുണ്ട്, 4 സൈഡും. വ്യത്യാസം എന്ന് പറഞ്ഞാൽ 2 സൈഡും ഇത് കൂടും, ലേബറിൽ മെറ്റീരിയൽ കൂടും. മറ്റേതാകുമ്പോൾ പോകുമ്പോഴത്തേക്കും അതിനുള്ള റേറ്റ്. പിന്നെ പ്ലെയിൻ വർക്കാണ്, അതാണ് അതിൻ്റെ വ്യത്യാസം. 4 കോടി ആകുമ്പോഴത്തേക്കും അതിനുള്ള മെറ്റീരിയലും ഷീറ്റും വരും. പിന്നെ ഈ പറഞ്ഞ പോലെ അതുപോലെ റൂഫ് വർക്ക് അല്ലേ? റൂഫ് വർക്ക്. പിന്നെ ഉള്ളത് വേറെ എന്താണ്? പിന്നെ ഹാൻഡ് റെയിൽ. പിന്നെ ഇവിടെ ഇട്ട് പണിതിട്ട് കൊണ്ട് ചെയ്യണ ഗ്രിൽ വർക്ക് ഉണ്ട്, ഡോറും അങ്ങനെയൊക്കെ ഉണ്ട്. ഡോറ് ഫിറ്റിങ്സ്, പിന്നെ ഗേറ്റ്, ജനാല, ഗേറ്റ്, ഇതൊക്കെ വിട്ട് പണിതിട്ട് കൊണ്ട് പോകുന്നുണ്ട്. അത് നമ്മള് ജനാല ഗേറ്റ് ഒക്കെ അതിന്റെ വർക്കൊക്കെ ഉണ്ടല്ലോ? അതെല്ലാം ഉണ്ട്. ജനാല ഇരുമ്പിന്റെ ജനാല ഉണ്ട്. പിന്നെ ഗ്ലാസ് അലൂമിനിയം ഫാബ്രിക്കേഷൻ കൊടുക്കും, ഡോർ കൊടുക്കണം. അല്ല, ഇപ്പോഴത്തെ ഒരു പുതിയൊരു ട്രെൻഡ് അനുസരിച്ച് എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ട്രെൻഡ് മാറി തുടങ്ങി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കംപ്ലീറ്റ് ഇരുമ്പിലേക്ക് വന്നിട്ടുണ്ട്. അതായത് ഇരുമ്പിന്റെ ജനല് പോലെ പണിതിട്ട് കമ്പി തുളച്ച് SS കമ്പി ഇട്ട് കൊടുക്കും. എന്നിട്ട് ഡോറ് അലൂമിനിയം വെക്കും. അത് തന്നെ. മറ്റേ മരമാകുമ്പോൾ ഡബിളാവും. അത് മരം കിട്ടാനില്ലല്ലോ ഇപ്പൊ. അപ്പൊ അതിനനുസരിച്ച് ഇത് എല്ലാവരും ഇപ്പം ഇതിലേക്ക് ഇറങ്ങിയേക്കണത്. ഇത് നമ്മൾ ഇവിടുന്ന് വർക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ കൊണ്ടുപോയി ഫിക്സ് ചെയ്ത് കൊടുക്കും ആണല്ലേ? പിന്നെ ഇത് ഈ മെറ്റീരിയലൊക്കെ നമുക്ക് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്? ഞാൻ മെറ്റീരിയൽ എടുക്കണ ആദ്യം രൂപേഷ കമ്പനി, ഇപ്പോൾ ഷേണായാണ്. പിന്നെ എടപ്പള്ളിയിൽ നിന്ന് ഒരു ഇതെടുക്കും. അവരവിടെ തൊട്ടപ്പുറത്ത് ഉണ്ടായ കമ്പനി അവർ വേറെ പള്ളിയൊക്കെ അവിടെ തുടങ്ങി. അപ്പോൾ അവർക്കൊരു ഡെവലപ്പ് ആവാൻ വേണ്ടി ഞാൻ അവിടെ പോയി ഇപ്പം മെറ്റീരിയൽ അവിടെ നിന്നാണ് രൂപേഷയിൽ നിന്ന് ഈ ലൊക്കാലിറ്റിയിൽ നിന്ന് എടുക്കുമ്പോൾ രൂപേഷിൽ നിന്ന് എടുക്കും. എടപ്പള്ളി ആയിരിക്കണേ അവിടെ നിന്ന് എടുക്കും. രണ്ടിടത്ത് എടുക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളമുണ്ട്? കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ എല്ലാം എൻ്റെ കോൺടാക്റ്റ് വർക്ക്, പഴയ കോൺടാക്റ്റ് വർക്കിൽ അങ്ങനെ എഞ്ചിനീയർമാരുടെ വർക്ക് വല്ലപ്പോഴും വന്ന് അത് ചെയ്യും. കോൺടാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല കോൺടാക്റ്റ് ഉണ്ട്. ആ രീതിയിലാണ് ഇപ്പോൾ വർക്ക് മുന്നോട്ട് പോകുന്നത്. ഓക്കെ. ഇപ്പം നമ്മളിവിടുത്തെ ഏത് ബിസിനസ് എടുത്താലും കോമ്പറ്റീഷൻ ഭയങ്കര നല്ലൊരു കോമ്പറ്റീഷനാണ്. ഇതെങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്ത് പോകുന്നു? ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുണ്ട് തീരെ ലൈറ്റ് വെയിറ്റിട്ട് പണിയുന്ന ആൾക്കാരുണ്ട്. ഞാൻ ചെയ്യണത് പക്ക 16 അയക്കും, അല്ലെങ്കിൽ 14. ഇതിട്ട് വർക്ക് കിട്ടിയാൽ മതി. അതിൽ നമ്മൾ തട്ടിപ്പ് ചെയ്യാൻ പറ്റില്ല.
അത് പിന്നെയും ഇനിയും ആൾക്കാർ അത് അന്വേഷിച്ച് വരണം, നമ്മള് കസ്റ്റമർ വരണം. വന്നുണ്ട്. നല്ല മെറ്റീരിയൽ പണിയുമ്പോൾ അനുസരിച്ച് കസ്റ്റമർ വരും. നമ്മുടെ വർക്കിന്റെ ക്വാളിറ്റിയും അതിന്റെ മെറ്റീരിയലും വെച്ചിട്ട് നോക്കുമ്പോൾ കസ്റ്റമർ നമ്മളെ തന്നെ തേടി വരും. അതാണ് നമ്മുടെ വിജയം. ഇപ്പൊ നമ്മള് കേരളത്തിൽ എവിടെയൊക്കെ നമ്മൾ ഇത് സപ്ലൈ ഇത് ചെയ്യുന്നുണ്ട് വർക്ക്? ഞാൻ തിരുവല്ലയിൽ പഴയ വർക്ക്ഷോപ്പ് ഉണ്ടപ്പോൾ തിരുവല്ലയിൽ KPOന്റെ ഓഡിറ്റോറിയം ഉണ്ട്. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാബുപ്പൻ്റെ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് പണി ചെയ്യണ സമയത്ത് ഇപ്പോൾ ടയോട്ട ബാബുപ്പല്ലേ, അവരുടെ ഗ്രിൽ വർക്കൊക്കെ പിന്നെ ഓട് മറ്റേ ക്യാൻലിവർ പോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ വൈക്കത്ത് പിന്നെ അങ്ങനെയൊക്കെ. പിന്നെ കെയർ ബേക്കറിയുടെ വർക്കൊക്കെ ഞങ്ങൾക്ക് കൂടെ ഇപ്പോൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ കെയർ ബേക്കറിയുടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ജോയി ആലുക്ക ഇവരുടെ വർക്കൊക്കെ ഷൊർണൂർ, കണ്ണൂർ, നമ്മുടെ കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ പോയി വർക്ക് ചെയ്യും. അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല. അപ്പൊ എവിടെ വർക്ക് കിട്ടിയാലും നമ്മൾ പോയി ചെയ്യുക. അപ്പൊ അവിടുത്തെ ആ രീതി നമ്മൾ താമസിക്കാനുള്ള സൗകര്യം തരുന്നുണ്ടെങ്കിൽ നമ്മളനുസരിച്ച് മെറ്റീരിയൽ ഒക്കെ അവിടെ തന്നെ കൊണ്ടുപോയിട്ട് നമ്മൾ ഇവിടുന്ന് മെഷീനറി ഒക്കെ നമ്മൾ കൊണ്ടുപോകും. അവിടെ തന്നെ ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് ഈ പറഞ്ഞ പോലെ കോമ്പറ്റീഷന്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പൊ നമ്മളത് കൊടുക്കുന്ന മെറ്റീരിയൽ അത്രത്തോളം ക്വാളിറ്റിയിലും അല്ലേ, വർക്കിലും ക്വാളിറ്റി നമ്മുടെ വിശ്വാസത്തിന് അല്ലേ, ആ കാര്യത്തില് മാറ്റില്ല. കുറഞ്ഞതിലും നമ്മൾ പിടിച്ചിട്ട് കാര്യമില്ല. പിന്നെ ലേബർ കൂടി വന്ന് മെറ്റീരിയലിന്റെ ഓരോ നമ്മ കട്ടിങ് ബില്ല് അതും ഇതൊക്കെ റേറ്റ് കൂടുതലാണ്. അപ്പൊ നമ്മ താഴേക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കോസ്റ്റ് കുറഞ്ഞ് പിടിക്കേണ്ടി വരും. അതിൽ ഞാൻ തുനിയാറില്ല. പിന്നെ രാജേഷ്, ഇപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതെല്ലാം ഇപ്പം ഗേറ്റ് ആണെങ്കിലും നമ്മൾ മറ്റുള്ള എന്ത് വർക്കാണെങ്കിലും നമുക്ക് ചെയ്യാനുള്ള മെഷീനറി ഉണ്ട് ഇവിടെ അല്ലേ? എല്ലാ മെഷീനറികളും. പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു സ്ഥാപനത്തിൻ്റെയും മെയിൻ പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റാഫാണ് അല്ലേ? അവരില്ലെങ്കിൽ നമ്മളില്ല. അപ്പോൾ ഈ സ്റ്റാഫിന്റെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്? സ്റ്റാഫിന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ചിലവർ നല്ലത് കിട്ടും, ചിലവർ ചീത്തയുണ്ടാവും, ചിലവർ നമ്മൾ വഹിച്ചു പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മളെ അവരെ കണക്കാക്കി കുറച്ച് ദിവസം തന്നെ അവിടെ നിർത്തി മനസ്സിലാക്കിയിട്ട് സൈറ്റിൽ കൊണ്ടുപോകും. എന്നാൽ സൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിപ്പിക്കണം സൈറ്റൊക്കെ. അപ്പോൾ അവർ ചിലപ്പോൾ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മളെ വിശ്വസിച്ചിട്ടാണ് അവരെ ഏൽപ്പിക്കണം. അപ്പോൾ ഇവിടെ നിർത്തിയിട്ട് ഇവിടുത്തെ പണിക്കാരുടെ നിലപാട് എന്താണെന്ന് നോക്കിയിട്ട് ഞാൻ പുറത്തേക്ക് വിടുള്ളൂ. അതുകൂടാതെ ഹിന്ദിക്കാരെ നിർത്താറില്ല. ഓരോ കസ്റ്റമറൊക്കെ ഹിന്ദിക്കാരുണ്ടാവുമെന്ന് ചോദിക്കും. അപ്പോൾ ഹിന്ദിക്കാരുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ പറയും ഞാൻ ഹിന്ദിക്കാരെ വെച്ചിട്ടില്ല, എല്ലാം മലയാളികളാണ്. പിന്നെ ഏറ്റവും അധികം പരിചയമുള്ള ആൾക്കാരെ നമ്മളിപ്പോൾ ഞാൻ എടുക്കുമ്പോൾ പരിചയ റെക്കമെൻഡേഷനാണ് ആൾക്കാരെ തന്നെ വിടണം. അപ്പോൾ അങ്ങനെ എടുക്കും. പിന്നെ ഡോൺ ബോസ്കോയിൽ പഠിച്ച പിള്ളേർ ട്രെയിനിങ് പീരീഡ് നമ്മൾ എൻ്റെ അടുത്തേക്ക് വിടും. അങ്ങനെ ഒരു അപ്പോൾ അങ്ങനെ ഒരു 3-4 വരെ ഞാൻ ഇത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 5-8 പേരുടെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ക്ലിയർ ആയിട്ട് നോക്കിയിട്ടുണ്ട്. അവർ ചേട്ടാ ഞാൻ പോകണമെന്ന് ഞാൻ പറഞ്ഞ നല്ല കാര്യം എന്ന് പറഞ്ഞു. നിങ്ങൾ പഠിക്കാനുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ നല്ലൊരു പോയി നല്ല സ്ഥാപനത്തിൽ പെടുക, അതുപോലെ നല്ല രീതിയിൽ തന്നെ നിൽക്കാൻ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന മാക്സിമം സപ്പോർട്ട് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇപ്പം രാജേഷ് തന്നെയാണെങ്കിലും ഇത്രയും ബുദ്ധിമുട്ടിന്നാണ് ഈ പണി പഠിക്കാനായിട്ട് പോയത് അല്ലേ? അപ്പം അതിന്റെ ഒരു ഗുണം പിള്ളേർക്കും ഉണ്ടാവും. നമ്മൾ നന്മ പറഞ്ഞു കൊടുക്കാം. ഇവിടുന്ന് പോകുമ്പോൾ നന്മ പറഞ്ഞു കൊടുക്കാം. നാളെ ഒരിക്കലും ഒരു കാരണവശാലും ചീത്തപ്പേര് ഉണ്ടാകരുത്. ആരുടെ ഒപ്പം നിൽക്കണേലും ചീത്തപ്പേര് ഉണ്ടാക്കാതെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ നിൽക്കണം എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോൾ രാജേട്ടൻ ബിസിനസ് തുടങ്ങിയ പോലെ തന്നെ പുതിയൊരു ന്യൂജൻ ആൾക്കാർക്ക്, അതായത് ഇപ്പോഴത്തെ ന്യൂജനാണല്ലോ ഇപ്പോഴത്തെ എല്ലാവരും, അപ്പോൾ അവർക്കൊരു ബിസിനസ് ഇപ്പോൾ ഈ വെൽഡിങ് ബിസിനസ് അല്ല, എഞ്ചിനീയറിംഗ് ബിസിനസ് അല്ല, അല്ലാതെ തന്നെ ഏത് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാനായിട്ട് അവർക്ക് കൊടുക്കാവുന്ന ഒരു മെസ്സേജ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന്. നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും ഹാർഡ് വർക്കിലൂടെ നമുക്ക് ഉയർന്നു പോരാൻ പറ്റുള്ളൂ. ഞാനൊക്കെ അത്രയും ഹാർഡ് വർക്കായിട്ടാണ് ഞാനിപ്പോൾ 6-7 വരെ പണിക്കാർക്ക് ജോലി കൊടുക്കുന്നത്. ഹാർഡ് വർക്കില്ലാതെ ഒരു കാര്യത്തിലും മുന്നോട്ട് പോകാൻ പറ്റില്ല. പിന്നെ എക്സ്പീരിയൻസ് അത് ആദ്യം വേണം. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യണമെങ്കിൽ മറ്റുള്ള സ്ഥാപനത്തിൽ ഇപ്പോൾ എക്സ്പീരിയൻസ് കണക്കാക്കണം. എന്നിട്ട് വേണം നമ്മൾ ഓരോ കാര്യത്തിന് ആലോചിച്ച് മുന്നോട്ട് പോകാൻ. എടുത്ത് ചാടി ഒരു കാര്യം ആരും ചെയ്യരുത്. ഇത്ര നേരം നമ്മൾ ബിസിനസ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് അല്ലേ? ഇനി നമുക്ക് ഫാമിലിയിലേക്ക് കിടക്കാം. ആരൊക്കെയുണ്ട്? അച്ഛനമ്മ, അനിയൻ, പിന്നെ ഭാര്യ, 2 മക്കൾ. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മോൻ ബിടെക്, കമ്പ്യൂട്ടർ ബിടെക് ആയിരുന്നു. ഇപ്പം അത് പിന്നെ ഒരു
3 വർഷം ഗൾഫിലായിരുന്നു. കോവിഡ് ആയപ്പോൾ തിരിച്ചു പോന്നു. ഇപ്പം എന്നെ സഹായിക്കണം, എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തി പഠിപ്പിച്ചു തന്നെ. ഇപ്പം അച്ഛനും മോനും കൂടിയാണ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ഇപ്പം മോൻ അപ്പം ഇതിന്റെ കൂടെ സൈറ്റിൽ തന്നെ പോയി അവിടെ സൈറ്റിൽ ഞങ്ങൾ രണ്ടുപേരും പണിക്കാരും എല്ലാവരും ഒപ്പം ഒന്ന് പണിയും ആണല്ലേ? അല്ല മോനും ഇത് സെയിം ഫീൽഡ് തന്നെ തന്നെയാണ് അല്ലേ? അപ്പോൾ ഇനിയുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചർ പ്ലാൻ എന്താ? ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ഇത് കണ്ടിന്യൂ പോകാന്നുള്ളതാണ്. വേറെ അവനെ ഇങ്ങനെ ഒരു നിലയിലാക്കി കൊണ്ടുവന്നിട്ട് പിന്നെ അങ്ങനെ പോകാന്നുള്ളതിലാണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇതിനകത്ത് ഇനി ഞങ്ങളൊന്നും പണി പഠിക്കണില്ല. ഓരോ മാസം 2 മാസം കൂടുമ്പോൾ മെറ്റീരിയൽ വെവ്വേറെ തന്നെയാണ്. അതായത് പുതിയ തന്നെയാണ്. അപ്പോൾ നമ്മൾ പഠിക്കണം, അത് ചെയ്ത് നോക്കാന്നേ പറയുള്ളൂ. അത് ചെയ്ത് നല്ല രീതിയിൽ കാണിച്ചു കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടുമ്പോൾ പിന്നെ അത് അവരുടെ കെയറപ്പിന് വേറെ കസ്റ്റമേഴ്സിന്റെ താല്പര്യം അനുസരിച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. അതിനു വേണ്ടിയാണല്ലോ ഇപ്പൊ കസ്റ്റമേഴ്സിന് ഓരോരോ താല്പര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ഓരോ മോഡൽസും കാര്യങ്ങളും പല സ്ഥലങ്ങളിലും കാണുമ്പോൾ അത് നമ്മുടെ അടുത്ത് കാണിച്ചു തരും. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. അതാണ് അതിന്റെ വ്യത്യാസം അല്ലേ? അവരെ തൃപ്തിപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ഓരോ ഇതിലേക്ക് പോവാൻ. എല്ലാവർക്കും അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നമുക്ക് പിന്നീട് വേറെ വർക്ക് കിട്ടില്ല. തീർച്ചയായിട്ടും. അപ്പോൾ രാജേഷേ, അപ്പോൾ ഇത്ര നേരം നമുക്ക് വേണ്ടി ഈ സമയം ചെലവഴിച്ചതിൽ വളരെ നന്ദിയുണ്ട്. അപ്പം ഇനിയും വർക്കുകൾ കിട്ടി ഉയരങ്ങളിലേക്ക് എത്തട്ടെ മോനും കേട്ടോ. അങ്ങനെ ഒരു വാക്കിന് നല്ലൊരു ഇത് കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.